പ്രിയമുള്ളവരെ, നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയായി. വിശിഷ്ട അതിഥികളെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വികാരിയച്ഛനും ഫാമിലി യൂണിറ്റുകളുടെ ചെയർമാനുമായ റവറൻ ഫാദർ ജോസ് പാറപ്പുറമച്ചൻ. ആശംസാ പ്രസംഗം പറയുന്നത് റവറൻ ഫാദർ ലിജിൻ CMI അച്ഛൻ. വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ് ചേട്ടൻ. യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി സെബി ജോൺസൺ. റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ശ്രീമതി ജോളി വിപിൻ തുടങ്ങിയവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഏതൊരു പരിപാടിയുടെയും തുടക്കം ഒരു പ്രാർത്ഥനയോടെയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ഹന്നയെയും അൽഫോൻസയെയും അലീനയും വിളിക്കുന്നു. വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും. നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും. എന്നോട് കൂടെ വസിക്കുന്ന ദൈവമേ, സത്യസൗന്ദര്യമേ, നീയാണെനിക്കുള്ള മാർഗവും ദീപവും എത്തേണ്ടതായുള്ളൊരിടവും. ഒരു അനുസ്മരണ പ്രാർത്ഥനയാണ്. ദയവായി എല്ലാവരും ഒരു നിമിഷം എണീറ്റ് നിൽക്കുക. നമ്മുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ദേഹവിയോഗത്തിൽ നമുക്ക് പിതാവിനെ അനുസ്മരിച്ച് പ്രാർത്ഥിക്കാം. കൂടാതെ ഈ കാലയളവിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും മരണം മൂലം അകന്നുപോയവരെയും ഓർമ്മിക്കാം. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾ തമ്മിൽ അവനോട് താൽമോക്ഷത്തിൽ ചേരുവാനിടയാവട്ടെ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ, അങ്ങയുടെ രാജ്യം വരയണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ ഈ സമ്മേളനം ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിനായി ശ്രീ തോമസ് പി ജേക്കബിനെ ക്ഷണിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബ യൂണിറ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുന്നു. കുടുംബ യൂണിറ്റിൻ്റെ ചെയർമാനും നമ്മുടെ ഇടവക വികാരിയുമായ ഫാദർ ജോസ് പാറപ്പുറത്തച്ഛനെ എൻ്റെ പേരിലും സെൻറ് തോമസ് യൂണിറ്റിൻ്റെ പേരിലും ഞാൻ ഈ കുടുംബത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നല്ല ഒരു ദീപബലി അർപ്പിച്ച നമ്മുടെ ഇടവകാംഗമായ ലിജിൻ അച്ഛനെ ഈ കൂട്ടായ്മയിലേക്ക് സെൻറ് തോമസ് യൂണിറ്റിൻ്റെ പേരിലും എൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷപദം അലങ്കരിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീമതി സെബി ജോൺസനെ എൻ്റെ പേരിലും സെൻറ് തോമസ് യൂണിറ്റിൻ്റെ പേരിലും
സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സിനെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയും നമ്മുടെ വൈസ് പ്രസിഡൻറ്റുമായ ജെയ്സ് ജോണിനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ബലിപീഠം അലങ്കരിച്ച സിസ്റ്റേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ മറ്റ് യൂണിറ്റ് ഭാരവാഹികളെയും ഇന്നത്തെ വാർഷികത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബന്ധുമിത്രാദികളെയും എല്ലാ യൂണിറ്റ് അംഗങ്ങളെയും ഈ വാർഷികത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറിയായ ജെസ്സി വിപിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോളി സോറി. താങ്ക് യു ശ്രീ തോമസ് പി ജേക്കബ്. നമ്മുടെ കുടുംബ യൂണിറ്റ് വാർഷികങ്ങളുടെ ആകെ തുകയായ റിപ്പോർട്ട് അവതരിപ്പിക്കുവാനായിട്ട് ശ്രീമതി ജോളി വിപിനെ ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. സെൻറ് തോമസ് യൂണിറ്റിൻ്റെ വാർഷിക റിപ്പോർട്ട്. ബഹുമാനപ്പെട്ട വികാരിയച്ച, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടാതിഥികളെ, പ്രിയ യൂണിറ്റ് അംഗങ്ങളെ, ഞങ്ങളുടെ യൂണിറ്റിൽ 32 അംഗങ്ങളാണ് ഉള്ളത്. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിനോടുള്ള ഗാനം, ബൈബിൾ പ്രതിഷ്ഠ, ബൈബിൾ വായന, വിചിന്തനം, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നിവയും യോഗത്തിൽ ഗൃഹനാഥൻ്റെ സ്വാഗതം, റിപ്പോർട്ട്, കണക്ക് അവതരിപ്പിക്കൽ എന്നിവ നടത്തിവരുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛനും സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് യോഗത്തിൽ പങ്കെടുത്ത് ബൈബിൾ ക്വിസ് നടത്തുകയും ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുന്നു. ജന്മദിനം, വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും അനുമോദനങ്ങളും ആശംസകളും അർപ്പിച്ചു പോയിരുന്നു. ഇടവകയിലെ എല്ലാ തിരുനാളുകളിലും ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും യൂണിറ്റ് അംഗങ്ങൾ സജീവമായി പങ്കെടുത്തു വരുന്നു. ജനുവരിയിൽ സെൻറ്റ് ആൻ്റണി സെബസ്ത്യാനോസിൻ്റെയും തിരുനാളിനൊരുക്കമായിട്ടുള്ള നൊവേന എല്ലാ അംഗങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നു. വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പിക്കലിന് എല്ലാവരും ഭക്തിയോടെ പങ്കെടുക്കുന്നു. മാർച്ച് മാസത്തെ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നേർച്ച സദ്യയ്ക്ക് ഒരുക്കുന്നതിലും പിരിവ് നൽകുന്നതിലും എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുന്നു. വലിയ നോമ്പ് കാലത്തെ കുരിശിൻ്റെ വഴിയിലും പെസഹാവേളം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിൽ ആരാധനയ്ക്കും പരിഹാര പ്രദർശനത്തിലും എല്ലാവരും സജീവമായി പങ്കെടുക്കുന്നു. ജൂൺ മാസത്തിലെ ഒനാമാദാനയുടെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നതിലും യൂണിറ്റ് അംഗങ്ങൾ സഹകരിക്കുന്നു. യൂണിറ്റിന് നിർദ്ദേശിച്ചിട്ടുള്ള ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയ്ക്കും കാഴ്ചവെപ്പ്, ബൈബിൾ വായനകളിലും യൂണിറ്റിൻ്റെ സാന്നിധ്യം സജീവമാണ്. ഒക്ടോബർ മാസത്തെ ജപമാലയിലും കൊന്തയേറ്റ് നടത്തുകയും ചെയ്യുന്നു. ഭവനങ്ങളിലും ജപമാല നടത്തുന്നു. 2018 പ്രളയ സമയത്ത് മറ്റുള്ളവർക്ക് സാമ്പത്തികമായി സഹായം ചെയ്യുവാൻ യൂണിറ്റ് അംഗങ്ങൾ സഹകരിച്ചു. കൊറോണ സമയത്ത് ഫാദർ കുര്യാക്കോസ് തേങ്ങാത്തറ അച്ഛൻ്റെ നേതൃത്വത്തിൽ എല്ലാ വീടുകളിലും ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. ഈസ്റ്ററിന് കോഴി, ബീഫ്, പലവ്യഞ്ജനങ്ങൾ എന്നിവ എല്ലാ വീടുകളിലും എത്തിച്ചു. അന്ന് അതെല്ലാവർക്കും വളരെ ആശ്വാസമായിരുന്നു. 1/4/2020 വാർഷികം ശ്രീ ജോസ് അൽഫോൺസിൻ്റെ ഭവനത്തിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചിരുന്നതാണ്. എന്നാൽ കൊറോണ മഹാമാരി പടർന്നു പിടിച്ച സാഹചര്യത്തിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചതിനാൽ നടത്തുവാൻ പറ്റിയില്ല. 2022 ഏപ്രിൽ മാസം മുതൽ നിർത്തിവെച്ചിരുന്ന യൂണിറ്റ് മീറ്റിങ്ങുകൾ പുനരാരംഭിച്ചു. പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ശ്രീ തോമസ് പി ജേക്കബ് തങ്കച്ചൻ കെ.യു ഈ കാലഘട്ടത്തിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയായി. സിനി ആൻ്റണി ചെറിയവള്ളിൽ, ജോളി അഗസ്റ്റിൻ പള്ളിക്കടവിൽ, ട്രഷറർ സെബി ജോൺസൺ മലമേപ്പുലക്കാവിൽ, ജിജി തിങ്കൽ എന്നിവർ യൂണിറ്റിനെ നയിക്കുകയും ചെയ്തു. 2024 മാർച്ച് 10 കൂടിയ യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു.
പ്രസിഡൻ്റായി ശ്രീമതി സെബി ജോൺസൺ പുലക്കാവിൽ, വൈസ് പ്രസിഡൻ്റായി ജെയ്സ് ജോൺ മലമേ പുലക്കാവിൽ, സെക്രട്ടറിയായി തങ്കച്ചൻ കെയു കൊച്ചുപറമ്പിൽ, ജോയിൻറ്റ് സെക്രട്ടറിയായി ജോളി ബിബിൻ പള്ളിക്കടവിൽ, ട്രഷറർ തോമസ് ബി ജേക്കബ് മലമേ പുലക്കാവിൽ, കമ്മിറ്റി ജോൺ ജോസഫ്, റിൻഡു ലൈസൻ, ജിജി കാഞ്ഞിരത്തിങ്കൽ, സിനി ആൻ്റണി ചെറിയവള്ളി എന്നിവരാണ് ഞങ്ങളുടെ യൂണിറ്റിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. 2024 ജൂലൈ മാസത്തിൽ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഞങ്ങൾ ചെയ്യുകയുണ്ടായി. ഒക്ടോബർ 20-ാം തീയതിയിലെ നേതൃത്വ ക്യാമ്പിൽ എല്ലാവരും പങ്കെടുത്തു. ഞങ്ങളുടെ യൂണിറ്റിലെ വൈസ് പ്രസിഡൻറ്റ് ജെയ്സ് ജോൺ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറിയാണ്. അവിടെ എല്ലാം നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. വൈസ് ചെയർമാൻ ജോസ് അലക്സ് പ്രത്യേകം എടുത്തു പറഞ്ഞു പ്രശംസിച്ചു. അതിൽ സെൻറ്റ് തോമസ് യൂണിറ്റിന് അഭിമാനിക്കാം. 2025 ഫെബ്രുവരി 26-ാം തീയതി ബഹുമാനപ്പെട്ട ജോസ് പാറപ്പുറ അച്ഛൻ്റെയും ബഹുമാനപ്പെട്ട ജോൺ ചക്കനാട്ട് അച്ഛൻ്റെയും ജൂബിലി ആഘോഷത്തിൽ അംഗങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തു. ഞങ്ങളുടെ യൂണിറ്റ് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്നത് എല്ലാ അംഗങ്ങളുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെയും സഹകരണത്തിൻ്റെയും ഫലമാണ് നമുക്ക് ഇതുവരെ എത്തിച്ചേരാൻ കഴിഞ്ഞത്. നമ്മുടെ യൂണിറ്റിന് വേണ്ടി എല്ലാവിധ സഹകരണങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സെൻട്രൽ കമ്മിറ്റി ഭരണസമിതി വൈസ് ചെയർമാൻ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അതുപോലെ ഇനിയുള്ള പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂണിറ്റ് വാർഷികം നടത്താൻ ഭവനം ഒരുക്കിത്തന്ന ശ്രീ തോമസിനും കുടുംബത്തിനും, കലാപരിപാടികൾ കൺവീനർമാർക്കും, കലാപരിപാടി അവതരിപ്പിക്കാൻ റെഡിയായിരിക്കുന്ന കലാകാരന്മാർക്കും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് എല്ലാവരുടെയും അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. ജോളി ബിബിൻ. വളരെ വിശദമായ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ച ജോളി ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ വികാരി അച്ഛനും നമ്മുടെ ഫാമിലി യൂണിറ്റിൻ്റെ ചെയർമാനുമായ റവറൻ ഫാദർ ജോസ് പാറപ്പുറം അച്ഛനെ ക്ഷണിക്കുന്നു. പ്രിയ പ്രസിഡന്റ്, അധ്യക്ഷവേദിയിലെ സുഹൃത്തുക്കളെ, വൈസ് ചെയർമാൻ, സ്നേഹമുള്ള മാതാപിതാക്കന്മാരെ, കുഞ്ഞുമക്കളെ, സെൻറ്റ് തോമസ് യൂണിറ്റിൻ്റെ വാർഷികമെന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. അരക്കിട്ട് ഉറപ്പിക്കുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. വിശ്വാസം. അപ്പോൾ നമ്മൾ ലക്ഷ്യബോധത്തോടു കൂടി മുമ്പോട്ട് പോകുന്നവരാണ്. തോമസ് ലീഗ ഒരു കാര്യം സത്യമാണെന്നറിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് അണുവിട മാറില്ല. സുദൃഢമായൊരു വിശ്വാസമായിരുന്നു. അപ്പോൾ ആ യൂണിറ്റിലും ആ ചൈതന്യം എന്ന് നിലനിർത്തുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ലക്ഷ്യബോധം ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് മാത്രമല്ല പക്ഷികൾക്കും ഉണ്ട്. ദേശാടന പക്ഷികൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് തെക്ക് നിന്ന് വടക്കോട്ട് യാത്ര ചെയ്യുന്നവരാണ്. പക്ഷെ അവർക്ക് എത്ര ദൂരമാണെങ്കിലും കൃത്യമായൊരു പ്ലാൻ ഉണ്ടായിരിക്കും. ഒരു 30-35 കിലോമീറ്റർ ദൂരം വരെയും പ്ലാൻ ചെയ്ത് പോകാനായിട്ട് അവർക്ക് സാധിക്കുമെന്നാണ് പറയുന്നത്. ആ ലക്ഷ്യം അവർ ഓർത്തു വയ്ക്കും. മാത്രമല്ല എവിടെയെല്ലാം പോകണമെന്ന് എത്ര സമയം സാധിക്കുമെന്നുള്ളതെല്ലാം അവർക്കത് ഓരോ സ്ഥലത്തെയും കാലാവസ്ഥയും അവർക്ക് ശരിക്കും അറിയാൻ പറ്റും. അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് എന്നാ പറയണം, ഒരു പവർ ഓരോ സ്ഥലത്തിൻ്റെയും പ്രത്യേകത. അപ്പോൾ ആ കാലാകാലങ്ങളിൽ ആ ലക്ഷ്യബോധത്തോടെ അവർ മുമ്പോട്ട് പോകും. ഇപ്പം നമ്മുടെയും ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അതിന് തടസ്സം വരുന്ന എല്ലാം നീക്കിക്കൊണ്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കും. അത് മനുഷ്യൻ്റെ തീർത്ഥാടന ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ്. സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പല തടസ്സങ്ങളുണ്ടാകും. അതെല്ലാം തിരുത്തിക്കൊണ്ട് വെട്ടിനിരത്തിക്കൊണ്ടെല്ലാമാണ് മനുഷ്യൻ്റെ യാത്ര. അപ്പോൾ ആ യാത്രയിൽ ചുറ്റുപാടുമുള്ളവരെ സ്നേഹത്തോടെ വീക്ഷിച്ചുകൊണ്ട് വേണം പോകാൻ. ഒരു നദി ഒഴുകുന്നത് പോലെ ചുറ്റുപാടുമുള്ളവരെ കുളിർമയിൽ നയിച്ചുകൊണ്ട് ഫലഭൂയിഷ്ടമായ മണ്ണിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ അത് ഇരു കൂട്ടർക്കും ലാഭവും ഉത്തേജനവുമായിരിക്കും. അപ്പം നമ്മുടെ സ്വർഗത്തിലേക്കുള്ള പോക്കിൽ മറ്റുള്ളവരെ കൂടി രക്ഷിക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം.
അല്ലാതെ അവസാന നിമിഷം വരെയും ഉപദ്രവം ചെയ്യണവരാകരുത്. ഒരു പാമ്പ് കിണറ്റിൽ വീണതിനെ കുറിച്ച് പറയുന്നുണ്ട്. കിണറ്റിൽ കിടക്കുമ്പോഴത്തേക്കും തന്നെ അതാകപ്പാടെ അവശതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഒരു തവളേനെ കണ്ടു. അത് ആ സമയത്താണെങ്കിലും ആ തവളേനെ അത് അപ്പം തന്നെ വിഴുങ്ങാനായിട്ട് പ്ലാനിട്ടിരിക്കുകയാണ്, പകുതിയായിട്ടുള്ളൂ. പക്ഷെ ആ തവള അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഒരു പ്രാണി അതിലേ പോണ്. വളരെ വിഷമിച്ച് നാക്ക് നീട്ടി ആ പ്രാണീനെ പിടിച്ചു. ഏതായാലും ചാകാൻ പോവാണ്. എന്നിട്ട് പോലും ആ അവസാന ഘട്ടത്തിൽ പോലും ദോഷം ചെയ്യുന്ന ചില ജീവികൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയം വരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. തേനീച്ചയെക്കുറിച്ച് പറയുന്നത് ഒരു വിശേഷ ബുദ്ധിയുള്ള പറവയെന്നാണ്. കാരണം അതിന് സ്മെല്ല് കൊണ്ട് ഓരോ സംഗതിയും ആസ്വദിച്ചെടുക്കാൻ സാധിക്കും. എവിടെ തേൻ കിട്ടും, എവിടെ പൂമ്പൊടി കിട്ടും, എവിടെ പൂക്കൾ കിട്ടും. വളരെ ചുരുങ്ങിയ 2-3 ആഴ്ചത്തെ ലൈഫേ അതിനുള്ളൂ. എങ്കിൽ പോലും ആ ജീവിക്കുന്ന കാലം അക്ഷീണം പ്രവർത്തിക്കുക, അതിൻ്റെ കടമകൾ നിർവഹിക്കുക എന്നുള്ളത് അതിന് ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള പ്രചോദനമാണ്. അപ്പം നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, എങ്കിൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ചിലർ ജീവിക്കുമ്പോൾ നന്മ ചെയ്യില്ല, മരിച്ചു കഴിഞ്ഞാലേ നന്മ ചെയ്യുള്ളൂ. അത് ഈ പന്നീനെയും പശുവിനെയും കുറിച്ച് പറയുന്ന വ്യത്യാസം അതാണ്. പശു ചത്താൽ മാത്രമേ ഉപകാരമുള്ളൂ. പന്നി. പശു ആണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവർക്കും ഉപകാരം ചെയ്യും. ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ കഴിവും ശക്തിയെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മുടെ കഴിവുകൾ നന്മയുടെ മാർഗത്തിലൂടെ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ജീവിതത്തിൽ ഒരുപാട് കടമകളും ഉത്തരവാദിത്തങ്ങളും നമുക്കുണ്ട്. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാൻ വേണ്ടി ദൈവത്തോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അത് ഒരു നല്ല ലക്ഷ്യമാണ്. പക്ഷെ അതിൽ മാത്രമായിട്ട് ഒതുങ്ങരുത്. ഏത് കഷ്ടപ്പാട് സന്തോഷത്തോടെ സഹിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു വിദ്യാർത്ഥി അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എനിക്ക് പോക്കറ്റ് മണിയായിട്ട് 100 രൂപ കിട്ടണമെന്ന്. അത് വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു പ്രാർത്ഥിച്ചു. മാത്രമല്ല കാർഡിലൊക്കെ എഴുതി പോസ്റ്റ് ഓഫീസിലേക്ക് ഇട്ട് ദൈവത്തിൻ്റെ അഡ്രസ്സിൽ, ദൈവം സ്വർഗരാജ്യം പിയുമെന്നും പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ചോദിച്ചേക്കണം എനിക്ക് 100 രൂപ തരണമെന്നാണ്. അപ്പോൾ ഇവനിത് ഇങ്ങനെ മുടങ്ങാതെ 2-3 പ്രാവശ്യം എഴുതിയപ്പോൾ പോസ്റ്റ് മാസ്റ്റർക്ക് വിഷമമായി. അതുകൊണ്ട് അദ്ദേഹം ഈ കുട്ടിയുടെ അഡ്രസ്സ് പുള്ളിക്കറിയാമല്ലോ, അതിൽ നിന്നും അദ്ദേഹം ഒരു 50 രൂപ അവൻ അയച്ചു കൊടുത്തു. അപ്പോൾ പിറ്റേ ദിവസം അവൻ ദൈവത്തോട് വന്ന് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ 50 രൂപ തന്നതിന് നന്ദി, പക്ഷേ ഇനിയെങ്കിലും പൈസ അയക്കുമ്പോൾ ഈ പോസ്റ്റ് മാസ്റ്ററുടെ വഴി അയക്കരുത്, അയാൾ അതിൽ നിന്ന് 50 രൂപ എടുത്തു, അതുകൊണ്ട് കൊറിയർ അയച്ചാൽ മതിയെന്നു. അപ്പോൾ അവന് തോന്നിയത് ആ പോസ്റ്റ് മാസ്റ്റർ എടുത്തു എന്നാണ്. ഒരിക്കലും അല്ല, നന്മ ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ എന്ത് കിട്ടിയാലും നമുക്ക് തൃപ്തി ഉണ്ടാവില്ല, എങ്കിലും അവൻ്റെ ആഗ്രഹം ആ പോസ്റ്റ് മാസ്റ്റർ നിർവഹിച്ചു കൊടുത്തു. അപ്പം നമ്മളും ചിലരുടെയൊക്കെ ആഗ്രഹം നിർവഹിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് എതിരായിട്ട് ചിലർ പറഞ്ഞൊന്നും വരാം. ബസ് സ്റ്റാപ്പിലോ വഴിയിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അവനെ വിളിച്ചുണർത്തി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ദേഷ്യപ്പെടും, മനുഷ്യനെ ഒന്നും ഉറങ്ങാനും സമ്മതിക്കില്ല എന്ന്. പക്ഷേ അയാൾ കിടന്നിരുന്നത് ഒരു കനാലിൻ്റെ സൈഡിലാണ്, അവിടെ നിന്ന് വീണ വെള്ളത്തിലേക്ക് പോകും. അപ്പോൾ അത് മനസ്സിലാക്കിയാണ് അവനെ രക്ഷിച്ചത്. പക്ഷേ അവന് ഇഷ്ടപ്പെട്ടില്ല, സ്വന്തമായിട്ട് സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല എന്ന് ചോദിച്ചാൽ അയാളെ വഴക്ക് പറയരുത്. അപ്പം നമ്മൾ നന്മ ചെയ്യുമ്പോൾ തിക്താനുഭവങ്ങൾ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ നമുക്കുണ്ടാവും. അതൊന്നും നമ്മൾ കണക്കാക്കരുത്. എല്ലാവരോടും സ്നേഹത്തോടു കൂടി പെരുമാറാൻ അതിന് കുടുംബ കൂട്ടായ്മയാണ് ഒരു വഴി. ഇതുപോലെയുള്ള സമ്മേളനങ്ങളിൽ എല്ലാവരെയും അറിയാനും ആരുടെ വീട്ടിലൊക്കെയാണ് കുറവുകളും കുറ്റങ്ങളും ഉള്ളതെന്ന് മനസ്സിലാക്കാനും അവരെ നല്ല മാർഗത്തിലൂടെ കൊണ്ടുപോകാനും ഒക്കെ കുടുംബയോഗങ്ങൾ നമുക്ക് പ്രേരണ നൽകുന്നതാണ്. അവിടെ പഠിക്കുന്ന കുട്ടികളുണ്ടാവും, രോഗികളായ മാതാപിതാക്കന്മാരുണ്ടാവും. അവരെ എല്ലാവരെയും ആശ്വസിപ്പിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും നമുക്ക് ശരിയായ രീതിയിൽ ബോധ്യപ്പെടുത്തി തരുന്ന ഒരവസരം കൂടിയാണ് ഈ കുടുംബ യൂണിറ്റ് വാർഷികത്തിൽ നമുക്കുണ്ടാകുക. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട്. അവരെല്ലാവരെയും നന്ദിയോട് അനുസ്മരിച്ചുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. നന്ദി അച്ഛ. ഇനി ദീപം തെളിയിക്കുകയാണ് അടുത്ത ചടങ്ങ്. എല്ലാവരും ഒന്ന് എണീറ്റ് നിൽക്കുക.
ഉദ്ഘാടന ചടങ്ങുകൾ കഴിഞ്ഞു. എല്ലാവർക്കും ഇരിക്കാം. നമ്മുടെ കുടുംബ യൂണിറ്റിൻ്റെ നെടുംതൂണും എല്ലാ പ്രവർത്തനങ്ങളിലും ഓടി നടന്ന് കാര്യങ്ങളെല്ലാം കൃത്യമായും ഭംഗിയായും ചെയ്യുന്ന നമ്മുടെ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീമതി സെബി ജോൺസനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട വികാരി അച്ഛനും ചെയർമാനുമായ റവറൽ ഫാദർ ജോസ്പാർ പറമച്ച, ബഹുമാനപ്പെട്ട ലിജിൻ അച്ഛ, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ്, ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ജോളി ബിബിൻ, മറ്റ് യൂണിറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള ഭാരവാഹികളെ, സ്നേഹിതരെ, എൻ്റെ പ്രിയ യൂണിറ്റിലെ കുടുംബാംഗങ്ങളെ, ഏറെ നാളുകൾക്ക് ശേഷം നടത്തുന്ന നമ്മുടെ യൂണിറ്റിൻ്റെ വാർഷിക ആഘോഷത്തിൻ്റെ മംഗളാശംസകൾ ആദ്യമേ തന്നെ ഏവർക്കും നേരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ അതിരൂപതയിൽ ആദ്യമായി കുടുംബ കൂട്ടായ്മകൾ എന്ന ആശയം പ്രാബല്യത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തിയാണ് ഇന്നുള്ളത്. മാസം തോറുമുള്ള യൂണിറ്റ് മീറ്റിങ്ങുകളിൽ കുടുംബാംഗങ്ങൾ പങ്കെടുക്കുകയും പരസ്പരം കുശലം പറയുകയും വീട്ടുവിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. ഇത്തരം മീറ്റിങ്ങുകളിലൂടെ നമ്മുടെ കുട്ടികളുടെ കലാവാസനയും ആത്മീയ പരിപോഷണവും വർദ്ധിക്കുന്നു. ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി വിശാലമായ ഒരു ലോകം തുറക്കപ്പെട്ടു. നമ്മുടെ കുട്ടികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഉപരിപഠനത്തിനും ജോലിക്കുമായി പറിച്ചു നടപ്പെട്ടു. ഇവിടെയാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച കുടുംബ യൂണിറ്റിൻ്റെ കാലിക പ്രസക്തി. ഇനിയുള്ള കാലങ്ങളിൽ കുടുംബ യൂണിറ്റുകളുടെ പ്രവർത്തന മേഖല പല തലങ്ങളിലേക്ക് വ്യാപിക്കേണ്ടിയിരിക്കുന്നു. എല്ലാ മാസവും നടത്തുന്ന കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകളുടെ ഒരു അവലോകനമാണ് 2 വർഷം കൂടി നടത്തുന്ന വാർഷിക ആഘോഷങ്ങൾ. നമ്മുടെ യൂണിറ്റിൻ്റെ വാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ അഭിനന്ദിക്കുന്നു. ദിവസങ്ങളോളം വൈകുന്നേരങ്ങളിൽ ഇതിൻ്റെ നടത്തിപ്പിനായി നമ്മുടെ അംഗങ്ങൾ അധ്വാനിക്കുകയായിരുന്നു. സെൻറ് തോമസ് കുടുംബ യൂണിറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്നതിനും നടത്തിക്കൊണ്ടു പോകുന്നതിനും വേണ്ടി നമ്മുടെ വികാരി അച്ഛനും വൈസ് ചെയർമാനും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ നൽകി ധാരാളമായി സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ യൂണിറ്റിനെ സംബന്ധിച്ച് ഏതൊരാവശ്യത്തിന് വിളിച്ചാലും വൈസ് ചെയർമാൻ എന്ന നിലയിൽ ശ്രീ ജോസ് അലക്സ് ചേട്ടൻ മറുപടി നൽകുകയും സഹായിക്കുകയും ചെയ്യാറുണ്ട് എന്നത് ഇത്തരുണത്തിൽ ഓർക്കുന്നു. കൂടാതെ യൂണിറ്റ് മീറ്റിങ്ങുകളിൽ ബൈബിൾ ക്വിസ് നടത്തി ലോഗോസ് ക്വിസിനായി ഞങ്ങളുടെ അംഗങ്ങളെ പരിശീലിപ്പിക്കുന്ന ആനിമേറ്റർ സിസ്റ്റർ സിസിലിയായും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഇനിയും ആശംസാ പ്രസംഗങ്ങളും മറ്റ് കലാപരിപാടികളും ഏവർക്കും ആസ്വദിക്കേണ്ടതിനാൽ ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി സെൻറ് തോമസ് കുടുംബ യൂണിറ്റിൻ്റെ വാർഷികത്തിൻ്റെ മംഗളാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി ശ്രീമതി സെബി ജോൺസൺ. ആശംസാ പ്രസംഗം പറയുന്നതിനായി റവറൻ ഫാദർ ലിജിൻ ചക്കനാട്ടച്ചനെ ക്ഷണിക്കുന്നു. സ്നേഹബഹുമാനപ്പെട്ട വികാരിയച്ച, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ജോസ് അലക്സ് സാർ, യൂണിറ്റ് പ്രസിഡന്റ് സെബി ചേച്ചി, ജോയിൻറ്റ് സെക്രട്ടറി ജോളി വിപിൻ ചേച്ചി, വേദിയിലിരിക്കുന്നവരെ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷമാണിന്ന്. ഇന്നും ഈ ദിവസങ്ങളിലെല്ലാം. കാരണം ഓരോ കുടുംബ യൂണിറ്റുകളിൽ ചെന്ന് കുർബാന അർപ്പിക്കുവാനും അതോടൊപ്പം തന്നെ അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും കൂടുതൽ അറിയുവാനും ബന്ധപ്പെടുവാനും ഒക്കെ എനിക്ക് ഈ ദിവസങ്ങളിൽ സാധിക്കുന്നുണ്ട്. ഞാനൊരു 3 വർഷം ശേഷമാണ് നാട്ടിൽ വരുന്നത്. പിന്നെ ഈ കുടുംബ യൂണിറ്റുകളിൽ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് മുടങ്ങിക്കിടക്കുകയാണെന്ന് കേട്ടു. വീണ്ടും തുടർന്നപ്പോൾ അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരു നിയോഗമായി തന്നെ കാണുകയാണ്. ആദ്യമേ തന്നെ സെൻറ് തോമസ് യൂണിറ്റിലെ എല്ലാ അംഗങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾ നല്ലതുപോലെ അറേഞ്ച് ചെയ്തു. നല്ലൊരു കോർഡിനേഷൻ ഉണ്ട്. കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ സ്ഥിതി എന്താണെന്ന്. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കണ്ട് മനസ്സിലാക്കി നമുക്കത് സെൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമ്മൾ ആ വീട്ടിലോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കറിയാം ഈ ദിവസങ്ങൾ. ഇന്നലെ ഞാൻ വേറൊരു യൂണിറ്റുകളിലും പോയി. മേരിമാത വളരെ ഭംഗിയായിട്ട് അവർ കാര്യങ്ങൾ ചെയ്തു. വളരെ കോർഡിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും, സ്റ്റേജിലാണേലും താഴെയാണേലും എല്ലാവരുത്തും മുതിർന്നവരും കുഞ്ഞു 2 വയസ്സുള്ള കൊച്ചുങ്ങൾ വരെ സ്റ്റേജിലുണ്ട്. അപ്പോൾ അത് വളരെ എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഞാൻ കാണുന്നത്. വളരെ ഐ വാസ് ടേക്കൺ അപ്പ്.
സോ നല്ലൊരു ഒത്തിരി സന്തോഷം തോന്നി അത് കണ്ടപ്പോഴത്തേക്കും. നമ്മുടെ യൂണിറ്റുകളെല്ലാം തന്നെ അങ്ങനെയാണ് തന്നെ വിശ്വസിക്കുന്നത്. ഇവിടെ വന്നപ്പോഴും എനിക്ക് അതേ ഒരു അനുഭൂതിയാണ് ഉണ്ടായത്. സോ എല്ലാവരെയും ഞാൻ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പ്രത്യേകമായിട്ട് കുടുംബ യൂണിറ്റുകൾ നടക്കുമ്പോഴത്തെ നമ്മളറിയാതെ തന്നെ അതിനകത്ത് കടന്നു വരുന്ന ഒരു സംഭവമുണ്ട്, ഒരു ബന്ധം അല്ലേ. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലഡ് റിലേഷനൊന്നുമല്ല. വി ആർ റിലേറ്റഡ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ക്രിസ്തുവിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഒരു കുടുംബ യൂണിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഒരുമിച്ച് വരുന്നു, കാര്യങ്ങൾ പങ്കിടുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ബന്ധം വർദ്ധിക്കുകയാണ്. ഞാൻ ഈ ദിവസങ്ങളിൽ ചാച്ചനൊക്കെ ആയിട്ട് നാട്ടിൽ വന്നപ്പോഴത്തേക്കും പല സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. ഒരു ഫസ്റ്റ് തലമുറ അല്ലെങ്കിൽ രണ്ടാമത്തെ തലമുറ വരെയും എൻ്റെയൊക്കെ തലയിലിരിക്കും ബന്ധങ്ങൾ. പക്ഷേ ചാച്ചനൊക്കെ എന്നെ കൊണ്ടുപോകുന്നത് 3, 4, 5 തലമുറകൾ പുറകോട്ടാണ്. ആ ബന്ധങ്ങൾ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അത് ഒത്തിരി ദൂരത്താണ്. നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും അല്ല ആൾക്കാർ താമസിക്കുന്നത്. പല സ്ഥലങ്ങളിലും ചിതറി പെട്ടുപോയ ബന്ധങ്ങളെ നമ്മൾ വീണ്ടും കൂട്ടി യോജിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഈ ഒരു കുടുംബ യൂണിറ്റിൻ്റെ വലിയൊരു ലക്ഷ്യം തന്നെ ചിതറിപ്പോയ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുക, ചിതറിപ്പോയ കുടുംബങ്ങളെ ഒരുമിച്ച് കൂട്ടുക. ഒരു പ്രോഗ്രാം വരുമ്പോഴാണ് നമ്മളെല്ലാവരും പല വീട്ടിൽ നിന്ന് ഒരുപാട് കുഞ്ഞുങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്നേഹങ്ങളെ ഊഷ്മളമാക്കുവാനും ഈ വേദി ഈ ഒരു അവസരം ഒരു വേദിയായി തീരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ആഫ്രിക്കയിലാണേലും ബന്ധത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ച് പോവുകയാണ്. ഒരു കുഞ്ഞിനോട് നമ്മളിപ്പോൾ ഞാൻ ആഫ്രിക്കയിലായിരുന്നു, ഗാനയിൽ. അപ്പോൾ നമ്മൾ അപരിചിതനായ ഒരു വ്യക്തിയോട് നമ്മൾ വർത്തമാനം പറഞ്ഞു, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കോൺവെർസേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പറയും, വേറൊരാളെ എന്നെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഹീസ് മൈ ബ്രദർ, എൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞാണ് വേറൊരാളെ അവർ പരിചയപ്പെടുത്തുന്നത്. ഞാനും ആ വ്യക്തിയായും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷേ വേറൊരു വ്യക്തി, മൂന്നാമതൊരു വ്യക്തിയെ ആ വ്യക്തി എന്നെ പരിചയപ്പെടുത്തുന്നത് ഹീസ് മൈ ബ്രദർ എന്നും പറഞ്ഞാണ്. കൊച്ചാണെങ്കിൽ തന്നെ നമുക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഒരു കൊച്ചാണെങ്കിൽ തന്നെ ഒരു പ്രായമായ ആളെ പരിചയപ്പെടുത്തുന്നത് ഹീസ് വൺ ഓഫ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ്. അപ്പം നമ്മൾ വിചാരിക്കും അപ്പൂപ്പന്മാരിൽ ഒരാൾ എന്നുള്ള രീതിയിലാണ് അവർ പരിചയപ്പെടുത്തുന്നത്. അവർ ആ ഒരു സ്ഥാനത്തെയാണ് അംഗീകരിക്കുന്നത്. ഹീസ് വൺ ഓഫ് മൈ ഫാദേഴ്സ്. നമുക്കൊക്കെ എല്ലാവർക്കും ഒരപ്പനേ ഉള്ളൂ, പക്ഷെ എന്നാലും ദേ ഇൻട്രൊഡ്യൂസ് ലൈക്ക് ദാറ്റ്, ഹീസ് വൺ ഓഫ് മൈ ഫാദേഴ്സ്. സോ ബന്ധങ്ങളെ നമ്മൾക്ക് ഊട്ടിയുറപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം, കൂടുതൽ ഊഷ്മളമാക്കുവാനായിട്ട് പരിശ്രമിക്കാം. വിശുദ്ധ തോമസ് ലീഹ നമുക്ക് എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. ഞങ്ങളുടെ യൂണിറ്റിനെ കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി ലിജിനച്ച. അടുത്തതായി സെൻട്രൽ കമ്മിറ്റിയുടെ വൈസ് ചെയർമാനും ഭരണസമിതിയുടെ നെടുന്തൂണുമായ ശ്രീ ജോസലക്സ് ചേട്ടനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാനും വികാരിയുമായ പ്രിയപ്പെട്ട ജോസ് പാറപ്പുറച്ച, ബഹുമാനപ്പെട്ട ലിജിനച്ചൻ, ഈ കൂട്ടായ്മയുടെ സെൻറ്റ് തോമസ് കുടുംബ യൂണിറ്റിൻ്റെ ശക്തി സ്രോതസ്സായി പ്രവർത്തിക്കുന്ന ശ്രീമതി സെവി, യൂണിറ്റ് സെക്രട്ടറി ശ്രീമതി ജോളി, നമ്മുടെ പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി ജെയ്സ്, മറ്റ് യൂണിറ്റിൽ നിന്ന് വന്നിരിക്കുന്ന നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ഹോളി സെൻറ്റ് തോമസ് കുടുംബ യൂണിറ്റ് അംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ ഈ വാർഷികാഘോഷത്തിൻ്റെ മംഗളങ്ങൾ വളരെ ഊഷ്മളമായി നേരുകയാണ്. നമുക്കറിയാം, ഇന്നിവിടെ റിപ്പോർട്ടിലൊക്കെ വായിച്ചു കേട്ടു, ഒരു 6-7 വർഷത്തോളമായി നമ്മുടെ ഇടവകയിൽ കുടുംബ യൂണിറ്റ് വാർഷികങ്ങൾ നടന്നിട്ട്. പക്ഷേ ഇപ്പോൾ ഇത് 5ാമത്തെ വാർഷികമാണ്. ഈ വാർഷിക ആഘോഷങ്ങൾ എല്ലാവരും അത് വളരെ ഉത്സവത്തിമർപ്പിലാണ് തന്നെ ഇതുവരെ നടന്നു പോയിട്ടുള്ള എല്ലാ വാർഷികങ്ങളും കൊണ്ടാടി പോകുന്നത്. അപ്പോൾ ഇത് നമ്മൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാവും നമുക്ക്. നമ്മുടെ ഈ അച്ഛൻ പറഞ്ഞ പോലെ, ലിജിനച്ഛൻ പറഞ്ഞ പോലെ 2 വയസ്സ് തൊട്ട് 75-78 വയസ്സ് വരെയുള്ളവരെല്ലാവരും തന്നെ സ്റ്റേജിൽ കയറാനും അവരുടെ ആ അഭിനയങ്ങളോ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനൊക്കെയുള്ള ഒരു വേദി ഈ കുടുംബ യൂണിറ്റും അതുപോലെയുള്ള വാർഷികങ്ങളും അതുപോലെ കുടുംബ യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ട പരിപാടിയിൽ കിട്ടുകയുള്ളൂ. ഇടവക വാർഷികങ്ങളാണെങ്കിൽ പോലും നമുക്ക് ലിമിറ്റുണ്ട്. ഓരോ
യൂണിറ്റിൽ നിന്നും ഇത്ര സമയമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെയാണ് നമുക്ക് അങ്ങനെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ഒരു ആഘോഷ തിമിർപ്പിൽ പോകാനായിട്ട് പറ്റുന്ന ഒരു വേദിയാണ് ഈ വാർഷികം. അതുകൊണ്ടാണ് പല വാർഷികം നടത്താനായിട്ട് നമ്മൾ തീരുമാനിച്ചപ്പോൾ ആദ്യം ചില കോണുകളിൽ നിന്നൊക്കെ അല്പം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായെങ്കിലും, സാമ്പത്തിക പ്രശ്നവും ഒക്കെ പറഞ്ഞ് അല്പം ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മളത് നടത്തുന്നതാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോയി. ആദ്യം ഒന്നിനും പുറകെ ഒന്നായി എല്ലാ യൂണിറ്റുകളും ആ തീരുമാനത്തെ അംഗീകരിച്ചു എല്ലാവരും വാർഷികം നടത്താനായിട്ട് തീരുമാനിക്കാനുണ്ടായത്. അതിന് ഞാൻ എല്ലാവരോടും ഈ അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ സെൻറ്റ് തോമസ് കുടുംബ യൂണിറ്റ് സംബന്ധിച്ച് നമുക്കറിയാം, വളരെ ആദ്യകാലങ്ങളിലുള്ള ഒരു യൂണിറ്റാണ്. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റാണ്. നേരത്തെ വളരെ വലിയൊരു കുടുംബ നമ്പറുകളുള്ള യൂണിറ്റായിരുന്നു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് നമ്മളതൊന്ന് ഡിവൈഡ് ചെയ്തു. ഇപ്പോഴും എങ്കിലും നല്ലൊരു അംഗസംഖ്യയുണ്ട് ഈ യൂണിറ്റിൽ. യൂണിറ്റ് മീറ്റിങ്ങുകളിലൊക്കെ ധാരാളം പേര് വരാറുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത, യൂണിറ്റ് മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, മിക്കവാറും പുരുഷന്മാരായിരിക്കും സ്ത്രീകളെക്കാളും കൂടുതൽ അംഗങ്ങൾ ഇവിടെ കുടുംബ യൂണിറ്റുകളിൽ ഉണ്ടാകാറുള്ളത്. അത് മറ്റ് യൂണിറ്റുകളെ സംബന്ധിച്ച് ചില യൂണിറ്റുകളിൽ എല്ലാവരും തന്നെ വരാറുണ്ട്, 1-2 അപാധങ്ങളുണ്ടെങ്കിലും മറ്റ് ഭൂരിപക്ഷ യൂണിറ്റുകളിലും ഒരുപക്ഷെ സ്ത്രീകളും കുട്ടികളും മാത്രമായിട്ട്, അല്ലെ 2-3 വിരലെണ്ണാവുന്ന പുരുഷന്മാരും മാത്രമുള്ളപ്പം ഇവിടെ എനിക്ക് തോന്നുന്നു 50% അധികം പുരുഷന്മാരായിരിക്കും സാധാരണയുള്ള കുടുംബ യൂണിറ്റുകളിൽ വരുന്നത്. ആ അതൊരു പ്രത്യേകം എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകതയാണ്. ഞാൻ പലപ്പോഴും ഇവിടെ യൂണിറ്റ് മീറ്റിങ്ങിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ നേതൃത്വത്തെയൊക്കെ ഒരേ ചരലിൽ കോർത്തിണക്കി കൊണ്ടുവന്ന സിബിക്ക് പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ നൽകുകയാണ്. സിബി മാത്രമല്ല, നമ്മുടെ ഇടവകയിൽ 3 യൂണിറ്റുകൾ വനിതകളുടെ നേതൃത്വത്തിൽ പോകുന്നുണ്ട്. 3ഉം ഒന്നിനൊന്ന് മികച്ച രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പം പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ വനിതകളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ വളരെ ഉത്തരവാദിത്തത്തോടുകൂടി, വളരെ നമ്മളുടെ നിർദ്ദേശങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പാലിച്ചുകൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നത്. പുരുഷന്മാർ പുറകോട്ടൊന്നുമല്ല, നമ്മുടെ സ്വാഭാവികമുള്ള ചില മടിയുണ്ടല്ലോ ചില കാര്യങ്ങൾക്കൊക്കെ, അത് നമ്മളെ ചിലപ്പോൾ പുറകോട്ട് വലിക്കാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാകാറില്ല. അത് ഞാനിന്ന് എടുത്ത് പറഞ്ഞെന്ന് മാത്രം, വേറെ ഒന്നുമല്ല. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി ഈ വാർഷികത്തിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേർന്നുകൊണ്ട്, ഈ സെൻറ്റ് തോമസ് കുടുംബ യൂണിറ്റിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി ജോസി ചേട്ടാ. അടുത്തത് ആദരിക്കൽ ചടങ്ങാണ്. നമ്മുടെ വികാരി അച്ഛനും ഫാമിലി യൂണിറ്റിൻ്റെ ചെയർമാനുമായ റവറൻ ഫാദർ ജോസ് പാറപ്പുറം അച്ഛൻ്റെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങളിലൂടെ നിന്ന് കടന്നു പോവുകയാണ്. ഈ അവസരത്തിൽ അച്ഛനെ നമ്മുടെ സെൻറ്റ് തോമസ് യൂണിറ്റിൻ്റെ ഒരു ഉപഹാരം നൽകുന്നതിനായി ഫാദർ ലിജിൻ ചക്കനാട്ട് അച്ഛനെ ക്ഷണിക്കുന്നു. അടുത്തതായി വിവാഹ രജത ജൂബിലി ആഘോഷിച്ച ഫാമിലിയെ വിളിക്കുകയാണ്. ആദ്യമായി ജെയ്മോൻ ആൻഡ് ലിൻസി മലമേൽ പുലക്കാവിൽ. സമ്മാനം നൽകുന്നതിനായി വികാരി അച്ഛനെ ക്ഷണിക്കുന്നു. സ്റ്റേജിലേക്ക് കടന്നു വരുവാനായിട്ട് ജൂബിലേറിയൻസിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് ജെയിൻ ആൻഡ് സുനിത കല്ലറയ്ക്കൽ. വന്നിട്ടുണ്ടോ? അടുത്തത് പോൾ ജെ മലമേൽ ആൻഡ് സെലിൻ. വന്നിട്ടുണ്ടോ? ഇല്ല. ഇനി പുതിയതായി നമ്മുടെ യൂണിറ്റിലെ ഒരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട്. ഏറ്റവും പുതിയ കുഞ്ഞുവാവ നിവാൻ ജിത്തുവിൻ്റെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ചെല്ലുക. ലിജിൻ അച്ഛനെ ക്ഷണിക്കുന്നു. അടുത്തത് നവദമ്പതികൾക്കുള്ള സമ്മാനമാണ്. ആദ്യമായി അരുൺ ആൻഡ് ഡിൻസി കൊച്ചുപറമ്പിൽ സ്റ്റേജിലേക്ക് വരിക. സമ്മാനം നൽകുന്നതിനായി ജോസലക്സ് ചേട്ടനെ ക്ഷണിക്കുന്നു. അടുത്തത് അരുൺ ആൻഡ് അഞ്ജു പേരെപ്പറമ്പിൽ.
അരുൺ ആൻഡ് അഞ്ചു പേരപ്പറമ്പിലുണ്ടോ? ഇല്ല. ഇനി ലോഗോസ് കിസിന് നമ്മുടെ യൂണിറ്റിൽ 1ാം സമ്മാനം വാങ്ങിയ ആശ പ്രിൻസിനെ ക്ഷണിക്കുന്നു സമ്മാനം വാങ്ങുവാനായി. ആശ പ്രിൻസ് ഇല്ല. എൻസോ റോയിയെ ക്ഷണിക്കുന്നു. അടുത്തതായി എൻസോ റോയിയെ ക്ഷണിക്കുന്നു സമ്മാനം വാങ്ങുന്നതിനായി. അടുത്തത് ഹന്ന മരിയ ജോൺസനെ ക്ഷണിക്കുന്നു. സമ്മാനദാനം അവസാനിച്ചു. അടുത്തതായി ലക്കി ഫാമിലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അടുത്തത് ലക്കി ഫാമിലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പന്ത്രണ്ട് ആരാണ്? മടത്തിവിളി ജെസ്സി ബേബി. ആ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? മടത്തിവിളി ജെസ്സി ബേബി ഇല്ല. അടുത്തത് എടുക്കുക. മലമേൽ പുലക്കാവിൽ തോമസ് പി ജേക്കബ് ലക്കി ഫാമിലിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കുടുംബ യൂണിറ്റ് വാർഷികം നടത്തിയ കുടുംബനാഥന് തന്നെ സമ്മാനം ലഭിച്ചിരിക്കുന്നു. എല്ലാവരും ഒരു നിറഞ്ഞ കയ്യടി നൽകും. ഇനി ഇവിടെ ആദ്യമേ എത്തിച്ചേർന്നിട്ടുള്ള ആളുകളുടെ പേര് എഴുതിയ ഒരു ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഓൾ ഫാമിലി ലക്കിയെ തിരഞ്ഞെടുക്കുന്നതിനായി വീണ്ടും ഇവിടെ തന്നെ സമ്മാനം ടോനുവിന് ലഭിച്ചിരിക്കുന്നു. നിറഞ്ഞ കയ്യടി നൽകൂ പ്ലീസ്. അടുത്തത് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീമതി ഡേഞ്ചി ജോർജിനെ ക്ഷണിക്കുന്നു. ഏറ്റവും സ്നേഹമുള്ള ബഹുമാനപ്പെട്ട നമ്മുടെ വികാരിയച്ഛനും ചെയർമാനുമായ ഫാദർ ജോസ് പാർപ്പുറമച്ച, നമുക്കായി ദിവ്യബലി അർപ്പിച്ച ലിജിനച്ച, നമ്മുടെ പ്രസിഡൻറ്റും പൊതുസമ്മേളനത്തിൻ്റെ അധ്യക്ഷയുമായ ശ്രീമതി സെബി ജോൺസൺ, സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാൻ ശ്രീ ജോസ് അലക്സ്, നമ്മുടെ യൂണിറ്റ് ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ജോളി വിപിൻ, മറ്റ് യൂണിറ്റുകളിൽ നിന്നും വന്നിട്ടുള്ള ഭാരവാഹികളെ, സ്നേഹിതരെ, സെൻറ് തോമസ് കുടുംബ യൂണിറ്റ് വാർഷികാഘോഷത്തിൻ്റെ പൊതുസമ്മേളനം അവസാനിക്കുകയാണ്.
കൃതജ്ഞത പറയുക എന്ന എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കട്ടെ. നമ്മുടെ ഇടവകയുടെ ആത്മീയ പാലകനായ പ്രിയ ജോസ് അച്ഛൻ, അച്ഛൻ്റെ പതിവ് നർമ്മഭാഷണത്തിലൂടെ നമ്മെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഒരു ഇടവകയെ നയിക്കുക എന്നാൽ വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. എങ്കിലും അച്ഛൻ കൃത്യനിഷ്ഠയോടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ഏറ്റവും ഭംഗിയായി നടത്തിക്കൊണ്ടു പോകുകയും ചെയ്യുന്നു. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന നമ്മുടെ ജോസച്ചന് ജൂബിലി മംഗളങ്ങൾ നേരുന്നതിനൊപ്പം നമ്മുടെ ഈ വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും നമ്മോടൊപ്പം ഈ സായാഹ്നം ചെലവഴിക്കുകയും ചെയ്തതിന് യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. രണ്ടാമതായി ദിവ്യബലി അർപ്പിച്ച ബഹുമാനപ്പെട്ട ലിജിൻ അച്ച, ഞങ്ങളുടെ യൂണിറ്റ് വാർഷികത്തിന് ദിവ്യബലി അർപ്പിക്കുവാൻ ക്ഷണിച്ചപ്പോൾ ഏറ്റവും സ്നേഹത്തോടെ സന്തോഷത്തോടെ അത് ഏറ്റെടുത്തതിനും ഇവിടെ വന്ന് കുർബാന ചൊല്ലുകയും വചന സന്ദേശത്തിലൂടെ നമ്മെ ഇത് ബോധിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ലിജിൻ ചക്കനാട്ടച്ചനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഒരു യൂണിറ്റിൻ്റെ നെടുന്തൂൺ യൂണിറ്റിൻ്റെ പ്രസിഡൻ്റാണ്. ചട്ടപ്രകാരം നമ്മുടെ യൂണിറ്റ് വനിതാ യൂണിറ്റ് ആയപ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ആ പദവി ഏറ്റെടുക്കുകയും മാസം തോറുമുള്ള മീറ്റിങ്ങുകൾ ക്രമപ്പെടുത്തുകയും എല്ലാ കാര്യങ്ങളിലും ഓടിയെത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീമതി സെബി ജോൺസൺ. ഒരു കുടുംബത്തിൽ വീട്ടമ്മയുടെ റോൾ കൈകാര്യം ചെയ്യുന്നതിനൊപ്പം നമ്മുടെ യൂണിറ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുകയും അഭിപ്രായങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു. കൂടാതെ ഈ വാർഷികാഘോഷങ്ങൾ ഫലപ്രാപ്തിയിലെത്താൻ ദിവസങ്ങളായി അക്ഷീണം യത്നിക്കുകയായിരുന്നു. ശ്രീമതി സെബി ജോൺസന് യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഇടവകയിലെ കുടുംബ കൂട്ടായ്മയുടെ സെൻട്രൽ കമ്മിറ്റി വൈസ് ചെയർമാനും ഹോളി ഫാമിലി യൂണിറ്റ് പ്രസിഡൻറ്റുമായ ശ്രീ ജോസ് അലക്സ് എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖവുമായി യൂണിറ്റുകളിൽ ഓടിയെത്തുകയും നിർദ്ദേശങ്ങൾ നൽകുകയും ഞങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ജോസ് അലക്സ് വിൻസെൻ്റ് ഇപ്പോൾ YMCA തുടങ്ങിയ സാമൂഹ്യ സംഘടനകളിലും സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വരികയും ആശംസ പ്രസംഗം നടത്തുകയും ഞങ്ങളുടെ കൂട്ടായ്മയുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്തതിലുള്ള നന്ദിയും സ്നേഹവും ഏറ്റവും സ്നേഹത്തോടെ അറിയിച്ചുകൊള്ളുന്നു. ഒരു പ്രസ്ഥാനത്തെയും സംഘടനയെയും സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് റിപ്പോർട്ടിംഗ്. പ്ലാനിങ്ങും ഞങ്ങളുടെ സെക്രട്ടറി ശ്രീ തങ്കച്ചൻ KU വിദേശത്ത് പോകേണ്ട സാഹചര്യമുണ്ടായപ്പോൾ സെക്രട്ടറിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായും ഭംഗിയായും നടപ്പിലാക്കുന്നത് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ശ്രീമതി ജോളി ചേച്ചിയാണ്. യൂണിറ്റ് പ്രസിഡൻറ്റിനൊപ്പം നിന്നുകൊണ്ട് ഏതു കാര്യവും ചിട്ടപ്പെടുത്തുന്നതിനും നടപ്പിലാക്കുന്നതിനും ഒരു പ്രത്യേക കഴിവാണ് ജോളി ചേച്ചിക്കുള്ളത്. നമ്മുടെ യൂണിറ്റിനൊരു മുതൽക്കൂട്ടാണ് നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി. ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. നമ്മുടെ മദർ സിസിലിയ സിസ്റ്ററും ബലിപീഠം തയ്യാറാക്കിയതും പൂക്കൾ അറേഞ്ച് ചെയ്തതും. മദർ ഇവിടെയില്ല ഇപ്പോൾ എങ്കിലും പ്രിയപ്പെട്ട മദറിനും മറ്റു സിസ്റ്റർമാർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് ഈ പരിപാടി ഇവിടെ യാഥാർത്ഥ്യമാകുമ്പോൾ നമ്മെ സഹായിച്ച നിരവധി പേരുണ്ട്. ദിവ്യബലിക്കായി സഹായിച്ച നമ്മുടെ പ്രിയപ്പെട്ട ദേവാലയ ശുശ്രൂഷി ബിജു, അൾത്താര ശുശ്രൂഷകർ, ജിജിയുടെയും പ്രിൻസിയുടെയും നേതൃത്വത്തിലുള്ള ഗായക സംഘം, നമ്മുടെ പ്രോഗ്രാം ഓരോന്നും ഒപ്പിയെടുക്കുന്ന പ്രിയപ്പെട്ട ജോസാർ എന്നിവർക്കും യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറ്റവും സ്നേഹത്തോടെ അറിയിക്കുന്നു. ഈ വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ള സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ, കൈക്കാരന്മാർ ശ്രീ ജോൺ MG, ശ്രീ ജോർജ്, ശ്രീമതി ഹണി, ശ്രീ ജിബിൻ, മറ്റ് യൂണിറ്റുകളിൽ നിന്ന് എത്തിയിട്ടുള്ള ഭാരവാഹികളെയും സ്നേഹിതരെയും ഞങ്ങളുടെ യൂണിറ്റിൻ്റെ നന്ദി ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. ഈ പരിപാടികൾക്കായി സ്റ്റേജ് ഒരുക്കി തന്നവരെയും ഭക്ഷണം പാകം ചെയ്തു തന്നവരെയും കൂടാതെ ശബ്ദ വെളിച്ച സംവിധാനം ഒരുക്കിയ ദീപുവിനെയും പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. സെൻറ് തോമസ് യൂണിറ്റിൻ്റെ വാർഷികാഘോഷം യാഥാർത്ഥ്യത്തിനായി പരിശ്രമിച്ചവർ ഏറെ പേരുണ്ട്. പരിപാടികൾ അവതരിപ്പിക്കാൻ രാത്രിയും പകലും സമയം ചെലവഴിച്ച നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ അമ്മമാർ, സമ്മാനങ്ങൾ തയ്യാറാക്കിയവർ, നിർദ്ദേശങ്ങൾ നൽകിയവർ, സംഭാവനകൾ തന്നവർ, എല്ലാവർക്കും നന്ദി പറയുന്നു.
വാർഷികാഘോഷത്തിന് ഒരു വീട് തിരക്കിയപ്പോൾ ഏറെ താല്പര്യത്തോടെ സന്നദ്ധത അറിയിച്ച ഈ വീട്ടിലെ കുടുംബനാഥൻ ശ്രീ തോമസ് ജേക്കബ് മലമേൽ ആൻഡ് ജിനി തോമസ് ഈ വീടും പരിസരവും നമുക്ക് സ്വന്തം പോലെ ഉപയോഗിക്കാൻ വിട്ടുതരികയായിരുന്നു. ദിവസങ്ങളായി പ്രാക്ടീസും ചർച്ചകളുമൊക്കെ ഇവിടെയായിരുന്നു. ഒരു മടിയും കാണിക്കാതെ ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകി ഞങ്ങൾക്ക് പ്രചോദനമായ ശ്രീ തോമസ് ജേക്കബിനും കുടുംബത്തിനും യൂണിറ്റിൻ്റെ പേരിലുള്ള നന്ദി ഏറെ സ്നേഹത്തോടെ അറിയിക്കുന്നു. ഇന്നിവിടെ എത്തിച്ചേർന്ന നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ ആഘോഷത്തിൻ്റെ വിജയത്തിന് മൂല്യം നൽകുന്നത്. ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും സെൻറ് തോമസ് കുടുംബ യൂണിറ്റിലെ ഓരോ അംഗത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ സെൻറ് തോമസ് യൂണിറ്റിൻ്റെ പരിപാടികളുടെ നെടുന്തൂണായിരുന്ന ശ്രീ ജോസ് അൽഫോൻസ് ചെറിയവിളി എന്ന ഞങ്ങളുടെ ജോസേട്ടൻ, അദ്ദേഹമാണ് ഇന്നിവിടെ MC ആയി ആകേണ്ടിയിരുന്നത്. പെട്ടെന്ന് സുഖമില്ലാതെ വന്നതുകൊണ്ട് വരാനായില്ല. ജോസേട്ടനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, അവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു ശ്രീമതി ഡെയിൻജി ജോർജ്. നമ്മുടെ പൊതുസമ്മേളന പരിപാടി അവസാനിച്ചിരിക്കുന്നു.